ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടൊരു ഫ്രൈ ആയിട്ടാണ് വരുന്നത്. കാടമുട്ടനോട് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പം ഫസ്റ്റുമായി ഇതാ ഇൻഗ്രീഡിയൻസ് തന്നെ കാടമുട്ട വേണം. അപ്പോൾ ഞാൻ അതാ 15ഓളം കാടമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാദ്യം തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ആ പുഴുങ്ങുന്ന നേരം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ 2 മീഡിയം സൈസ് വലിയുള്ളി ഇതായി രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ അതാ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ, അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് കേട്ടോ, ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില കുറച്ച് മല്ലിച്ചപ്പ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണിലധികം 3/4 ടീസ്പൂണോ ഗരം മസാല അതോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ വേണ്ടത്, കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇതാ കാടമുട്ടൊക്കെ നല്ല വെന്ത് ഇറക്കിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുത്തു, ഒന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കുറച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉപ്പുണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഉള്ളി വഴന്ന് കിട്ടും. വീണ്ടും നല്ലോണം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഉള്ളി വഴറ്റിയെടുക്കാം. വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്നും പറയുന്നവരെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത കറിവേപ്പില ഉണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഏകദേശം ഉള്ളി വഴന്നതിന് ശേഷം ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ അതാ പച്ചമുളക് നമ്മൾ നേരത്തെ 2 മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ഈ സമയം കാടമുട്ടൊക്കെ ഞാൻ തോലൊക്കെ പൊളിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴറ്റി കൊടുക്കുക. അതാ ഏകദേശം വഴന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതാക്കേണ്ടത്. ഇനി ഇതാകുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നേരത്തെ വെച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി. അപ്പോൾ ഇതിൽ 2 കൂടി ആഡ് ചെയ്യാണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സോയാ സോസും ടൊമാറ്റോ സോസും മറ്റേ ഗരം മസാല ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ തൊലിച്ച മുട്ട ഉണ്ടല്ലോ കാടൻ്റെ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്തിട്ട്. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാരണം കാടമുട്ട കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ പെട്ടെന്ന് കഴിക്കും. നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി 1/2 ടീസ്പൂൺ വീതം സോയാ സോസും ടൊമാറ്റോ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ലോണം അപ്പോൾ നല്ലോണം ഇതാ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മുട്ടയൊക്കെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ വീതം സോയാ സോസും ടൊമാറ്റോ സോസും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്നത് കുറുക്കിയെടുക്കണം കേട്ടോ. 1/4 കപ്പ് ഒഴിക്കാൻ പറ്റുള്ളൂ, അതിലേറെ ഒഴിക്കുകയേ ചെയ്യരുത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇതൊന്ന് കുറുക്കിയെടുക്കാം. നല്ലോണം കുറുങ്ങി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മല്ലിച്ചപ്പ് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ കേട്ടോ, സിമ്പിളാണ് ഉണ്ടാക്കാൻ. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഏകദേശം ഒന്നുകൂടി ഒന്ന് വഴന്നിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ മുട്ടയിലൊക്കെ മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല വഴന്നതാ, നല്ല ഉഷാറായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അതൊരു പ്ലേറ്റിൽ ഞാൻ മാറ്റി വെച്ചേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.